ഇന്ന് നമുക്ക് നല്ല നൈസ് പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്നും ചുട്ടെടുക്കുന്നതെന്നും നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 2 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടി ഒന്ന് തിള വരട്ടെ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മുകളിലേക്ക് തിളച്ച് വരട്ടെ. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കുക്കറിൽ വാട്ടിയാൽ പൊടിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. നല്ലപോലെ പൊടി വെന്ത് കിട്ടുമ്പോഴാണ് പത്തിരി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പൊടിയൊക്കെ നല്ലപോലെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരം തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മൂടി വയ്ക്കുമ്പോൾ വേവാത്ത പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇത് നല്ല നമുക്ക് പറ്റുന്ന ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. നല്ല ആറാനൊന്നും കാത്തു നിൽക്കരുത്. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. പൊടി നല്ല വെന്തതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി കുറച്ച് വെള്ളം എടുക്കണം. പച്ചവെള്ളം എടുത്താൽ മതി. ഇതിലൊന്ന് കൈ തൊട്ടിട്ട് നമുക്കിത് നല്ലപോലെ 2 കൈ കൊണ്ടും ഇത് കുഴച്ചെടുക്കണം. ഇത് കൂടുതൽ സമയത്ത് അങ്ങ് കുഴയ്ക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് മെല്ലെ കൈ തൊട്ടിട്ട് ഇതൊന്ന് നമുക്ക് ഓരോന്ന് ഉരുളകളാക്കി എടുക്കാം. കൂടുതൽ എണ്ണയൊന്നും ചേർക്കണ്ട. കുറച്ചൊന്ന് തൊട്ടെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുളകളാക്കി എടുക്കണം. എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇതിനി പ്രസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം. എണ്ണയൊന്നും പ്രസ്സിൽ തേച്ച് കൊടുക്കണ്ട. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തങ്ങ് അമർത്തിയെടുത്താൽ മതി. ഇത് നല്ല കട്ടി കുറഞ്ഞ നൈസ് പത്തിരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. ആ പൊടി കൈ കൊണ്ടൊന്ന് മെല്ലെ തൊട്ടതിലേക്ക് ആക്കി കൊടുക്കണം. ഒന്ന് മെല്ലെ തൊട്ടെടുത്താൽ മതി. കൂടുതൽ പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് മാറ്റി വയ്ക്കാം. ഒന്നും കൂടെ ഞാൻ പരത്തി കാണിച്ചു തരാം. ഇതും അതുപോലെ ആക്കി വയ്ക്കാം. എല്ലാം അതുപോലെ പരത്തിയെടുക്കണം. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് നല്ല ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 സെക്കൻഡ് ആകുമ്പോൾ മറിച്ചിടണം. ഇനി ഒരു 25 സെക്കൻഡ് ആകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് അടുപ്പിലാണ് ചുടുന്നെങ്കിൽ ഇത്ര സമയം വേണ്ട കേട്ടോ. വേഗമായി കിട്ടും. ഇത് ഞാൻ ഗ്യാസിലാണ് ചുട്ടെടുക്കുന്നത്.
ഇതെല്ലാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 സെക്കൻഡ് ആകുമ്പോൾ ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഒന്നും കൂടെ ചുട്ട് കാണിച്ചു തരാം. കുക്കറിൽ പൊടി വാട്ടിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പത്തിരി അങ്ങനെ ടൈറ്റായി പോവുമൊന്നുമില്ല. നല്ല പത്തിരി ആയിരിക്കും. പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും. എല്ലാവരും കുക്കറിൽ തയ്യാറാക്കി നോക്കണം. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഈ പത്തിരി 2-3 ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.